കേരള സർവകലാശാലയിൽ സംവരണം പാലിച്ചുകൊണ്ടുള്ള നിയമനം അട്ടിമറിക്കാൻ നീക്കം. വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന ജർമ്മൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള സൂക്ഷ്മ പരിശോധന നടന്നില്ല. സൂക്ഷ്മ പരിശോധനയിൽ നിന്ന് വകുപ്പ് മേധാവിയും ഡീനും വിട്ടുനിന്നു. മുസ്ലിം, ലത്തീൻ, കത്തോലിക്ക വിഭാഗങ്ങൾക്കുള്ളതാണ് ജർമ്മൻ വിഭാഗത്തിലെ 2 തസ്തികകൾ. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി. അസ്ലം, എന്താണ് വിശദാംശം? നിഷാദ്, കേരള യൂണിവേഴ്സിറ്റിയിൽ സംവരണം പാലിച്ചുകൊണ്ടുള്ള പൂളിംഗ് വ്യവസ്ഥയിൽ ആദ്യ നിയമനത്തിലുള്ള ഉത്തരവാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി 105 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് വേണ്ടി കേരള സർവകലാശാല പുറപ്പെടുവിച്ചത്. നേരത്തെ തന്നെ കേരള സർവകലാശാലയ്ക്ക് ഒറ്റ തസ്തികൾക്ക് വേണ്ടിയുള്ള നിയമനം വിജ്ഞാപനം നടത്തുകയും അതിലൂടെ സംവരണ അട്ടിമറി നടക്കുന്നതായി വ്യാപകമായ പരാതികളുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് 2005 ഒരു പുതിയൊരു നിയമം കൊണ്ടുവരുന്നത്. അതായത് എത്ര അധ്യാപകർ നിയമനമുണ്ടോ അതെല്ലാം ഒരുമിച്ച് ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കാതെ ഒരുമിച്ച് പൂളായി ഇറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം ഇറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ സംവരണം നടപ്പാക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പുതിയ നിയമം 2005 UDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നിരുന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ആദ്യ വിജ്ഞാപനമാണ് 105 അധ്യാപകർക്ക് വേണ്ടി ഒരു പുതിയ വിജ്ഞാപനം കഴിഞ്ഞ വർഷം അവസാനത്തോടെ പുറത്തിറങ്ങിയത്. ഇതിൽ ആപ്ലിക്കേഷൻ വരികയും അത് സോർട്ടിംഗ് നടക്കുകയും ചെയ്തു. അതിൻ്റെ ആദ്യ നിയമന നടപടികളിലേക്ക് ആദ്യ നടപടിയുടെ ഭാഗമായി സ്ക്രൂട്ടിംഗ് പ്രക്രിയയാണ് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ജർമ്മൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ 2 തസ്തികയിലേക്കുള്ള ആപ്ലിക്കേഷനുകളുടെ സ്ക്രൂട്ടിക്കാണ് വെച്ചിരുന്നത്. സ്ക്രൂട്ടിങ്ങിന് 2 തരത്തിലാണ്, അല്ലെങ്കിൽ 3 പേരാണ് സ്ക്രൂട്ടിങ്ങിൽ പങ്കെടുക്കേണ്ടത്. 1 വകുപ്പ് അധ്യക്ഷനാണ്, 2 ഡീനാണ്, 3 എക്സ്റ്റേണൽ എക്സ്പെർട്ട് എന്ന നിലയിൽ പുറത്തുനിന്നുള്ള ഒരു വിഷയ വിദഗ്ധനാണ് മൂന്നാമതായി പങ്കെടുക്കേണ്ടത്. ഇത്തരത്തിൽ 3 പേര് പങ്കെടുക്കേണ്ട വ്യാഴാഴ്ച നടക്കേണ്ട യോഗത്തിൽ 2 പേര് വകുപ്പ് അധ്യക്ഷന്മാർ, യൂണിവേഴ്സിറ്റിയുള്ള 2 പേർ വകുപ്പ് അധ്യക്ഷൻ, ജർമ്മൻ വിഭാഗത്തിൻ്റെ വകുപ്പ് അധ്യക്ഷൻ, അതായത് റഷ്യൻ വിഭാഗത്തിന് ചുമതല അധ്യക്ഷനാണ് ജർമ്മൻ വിഭാഗത്തിന് ഇപ്പോൾ ചുമതലയുള്ളത്. അദ്ദേഹവും അതോടൊപ്പം തന്നെ ഡീനും 2 പേരും ഒഴിവായി. പുറത്തുനിന്ന് ചെന്നൈ IITയിൽ നിന്നും വന്ന മിലിന്ദ് ബ്രഹ്മ എന്ന് പറയുന്ന വിഷയ വിദഗ്ധൻ, അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാതെ, സൂക്ഷ്മ പരിശോധന നടക്കാതെ അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിൻ്റെ പ്രത്യേകത, അവിടുത്തെ 2 തസ്തിക, ജർമ്മൻ വിഭാഗത്തിലെ 2 തസ്തികകൾ, 1 ലത്തീൻ കത്തോലിക്കയും 1 മുസ്ലിം വിഭാഗത്തിലാണ് സംവരണം പെട്ടിരുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധനയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഇത് നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന് പിന്നിലൊരു സംവരണ അല്ലെങ്കിൽ ഈ സംവരണ അടിസ്ഥാനത്തിലുള്ള നിയമനം അട്ടിമറിക്കുന്നതിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് സംവരണ വിഭാഗക്കാർ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ആദ്യമായി നടക്കുന്നത്, പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിൽ സംവരണ അട്ടിമറികളുടെ ചരിത്രത്തിന് ശേഷം നടക്കുന്ന ആദ്യ വിജ്ഞാപനം അല്ലെങ്കിൽ ആദ്യ സംവരണ അടിസ്ഥാനത്തിൽ നിയമനത്തിൻ്റെ ആദ്യ നടപടിയിൽ നിന്ന് മാറിയത് ഈ മുഴുവൻ സംവരണ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അസ്ലം, ഈ കാര്യത്തിൽ ഇപ്പോൾ 2 ആളുകൾ പങ്കെടുക്കാതിരുന്ന സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്ന ആ നടപടിക്രമം നടക്കുകയുമില്ല. അത് പക്ഷേ സാങ്കേതികമാണ്, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുനിന്നാണ്, അത് വീണ്ടും സംഘടിപ്പിക്കാം എന്ന ഒരു മറുവാദം ഉണ്ടെങ്കിൽ നമുക്കത് കാര്യത്തിൽ ഇങ്ങനെ സംശയിക്കാൻ, അതായത് ഇത് വളരെ ഡെലിബറേറ്റായി മനഃപൂർവ്വമായി ഈ തസ്തിക നിയമനത്തിലെ സംവരണ നിയമങ്ങൾ പാലിക്കപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ വരാതിരുന്നതാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന വിവരങ്ങളുണ്ടോ? നിഷാദ്, ഇക്കാര്യത്തിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ 2 ജീവനക്കാരും അല്ലെങ്കിൽ 2 അധ്യാപകരും വകുപ്പ് മേധാവി ഉൾപ്പെടെ അധ്യാപകർ മാറിയെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അല്ലെങ്കിൽ കൃത്യമായ അറിയിപ്പ് രജിസ്ട്രാർ നൽകിയിട്ടില്ല. രജിസ്ട്രാറിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണെന്ന് കൃത്യം പറഞ്ഞില്ല. അതേസമയം ഈ വിജ്ഞാപനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ, വിജ്ഞാപനം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ മുതൽ തന്നെ ഇതിനെതിരായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പലതവണ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഷംസുദ്ദീൻ MLA, ഇവിടെ കേരള സർവകലാശാലയിൽ സംവരണം പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ നടത്തുന്നത് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്ന ആരോപണം കുറെ കാലം മുതലേ ഉണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന സിംഗിളായി നടത്തിയ നിയമനങ്ങൾ അതിനുവേണ്ടിയായിരുന്നു എന്ന വിമർശനവും അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ലത്തീൻ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നിയമനത്തിൻ്റെ നടപടിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട 2 ഉദ്യോഗസ്ഥർ. എന്തുകൊണ്ട് അവർ മാറി നിന്നു എന്ന വിശദീകരണം കൃത്യതയോടെ നൽകാൻ സർവകലാശാലയ്ക്ക് കഴിയുന്നുമില്ല. അതിൻ്റെ ഒരു സമീപകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ സംവരണത്തോട് അത് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അത് ആവർത്തിക്കപ്പെടുകയാണെന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് പല കാലങ്ങളിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അതുപോലെ തന്നെ സർവകലാശാലകളിലൊക്കെ സംവരണം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പലപ്പോഴും അത് ഇപ്പോൾ നിങ്ങൾ മീഡിയ വൺ പുറത്തു കൊണ്ടുവന്നതുപോലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു നിലക്ക് പുറത്തറിയുമ്പോൾ മാത്രമാണ് ഇത് നമ്മൾ അറിയുന്നത്. പലതും ഇങ്ങനെ അറിയാതെ പോകുന്ന എത്രയോ കേസുകളുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾ ഈ സൂചിപ്പിച്ച പോലെ
ഓരോ ഒഴിവുകൾ ഓരോന്നോരോന്നായി എടുത്ത് റൊട്ടേഷൻ പാലിക്കാതെ സംവരണ തത്വങ്ങൾ പാലിക്കാതെ ഈ സംവരണത്തെ അട്ടിമറിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം സംവിധാനമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് പ്രത്യേകമായ നിർദ്ദേശം ഈ കാര്യത്തിൽ ഗവൺമെന്റിന് നൽകേണ്ടി വന്നത്. അപ്പൊ ഇപ്പോ ഉള്ളൊരു സൗകര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള ഗവൺമെന്റും ഇതിനൊക്കെ ഒരു സൗകര്യം ചെയ്യുന്ന സംവിധാനമാണുള്ളത്. ഇപ്പോ നമുക്കറിയാം സംവരണത്തിൽ അട്ടിമറിക്കുന്ന പല സംവിധാനങ്ങളും KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വന്നപ്പോ അതിൽ സംവരണം ഇല്ല. അതുപോലെ തന്നെ വേറെ ഇവിടെ സംവരണം അട്ടിമറിക്കുന്ന പല നീക്കങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് നടക്കുകയാണ്. അങ്ങനെ ഗുരുതരമായ ആരോപണം കൂടി താങ്കൾ ഉന്നയിക്കുകയാണ്. ഞാൻ പറയാം, PK ഫിറോസ് ഉണ്ട്, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി. PK ഫിറോസ്, ഇവിടെ നേരത്തെ പരിശോധിച്ച് നോക്കിയാൽ കേരള സർവകലാശാലയിൽ ഈ 2005 ഒരു നിയമം കൊണ്ടുവന്ന ഒരു പൂളാക്കി നിയമനം നടത്തണം, മുഴുവൻ തസ്തികകളും കണ്ടെത്തി എന്ന നിയമം കൊണ്ടുവരുന്ന അതിൻ്റെ കാരണം തന്നെ ഒറ്റപ്പെട്ട നിയമനങ്ങൾ നടക്കുക വഴി സംവരണം അവിടെ അട്ടിമറിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പൂളാക്കി നിയമം കൊണ്ടുവരുന്നു, ആ നിയമത്തിൻ്റെ പേരിൽ വിജ്ഞാപനം വരുന്നു, 105 അധ്യാപകരെ എടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് മുടങ്ങിപ്പോകാൻ മനഃപൂർവ്വമായി വരാതിരിക്കുകയാണ് അതിൽ പങ്കെടുക്കേണ്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥർ. അത് ഉദ്യോഗസ്ഥ തല താല്പര്യമാണെന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ അതിനപ്പുറത്തേക്കുള്ള സംവരണ വിരുദ്ധ താല്പര്യം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ? തീർച്ചയായും ഇതിന്റെ പിന്നിലൊരു വലിയ സംവരണ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. കേരള സർവകലാശാലയിൽ നേരത്തെ VC ഈ സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് നിയമനം നടത്താൻ ശ്രമിച്ചതാണ് VCക്കെതിരെ ഇടതുപക്ഷവും ഇടതുപക്ഷ സിൻഡിക്കേറ്റും ഒക്കെ ശക്തമായി രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇത് കേരള സർവകലാശാലയിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നടക്കുന്ന നിയമനങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ കുസാറ്റില് ഒരു VCയുടെ കുസാറ്റിലൊരു പ്രൊഫസർ നിയമനമുണ്ട്. അത് മുസ്ലിം റിസർവേഷനാണ് അടുത്ത റൊട്ടേഷനിൽ വരേണ്ടത്. അത് ഹൈക്കോടതി ഇടപെട്ട് എത്രയും പെട്ടെന്ന് ആ പോസ്റ്റ് നികത്തണം എന്ന്, നിയമനം നടത്തണമെന്ന് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിട്ട് പോലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ നിയമനം നടത്താതെ നീട്ടി മുമ്പോട്ട് കൊണ്ടുപോവാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംവരണത്തിനെതിരാണ് എന്നറിയാവുന്ന ഇടതുപക്ഷ സിൻഡിക്കേറ്റും അതുപോലെ തന്നെ ഈ നിയമനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥ ലോബിയുമൊക്കെ, സംവരണ വിരുദ്ധ ലോബിയുമൊക്കെ വളരെ കൃത്യമായി സംവരണീയരായ സംവരണ സമുദായങ്ങളെ മാറ്റി നിർത്തി നിയമനങ്ങൾ നടത്തി മുമ്പോട്ട് പോകാനുള്ള നീക്കങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിന് തടയിടേണ്ട അധികൃതരോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന വിമർശനമാണ് താങ്കൾക്കുള്ള. സമയപരിമിതി കൊണ്ടാണ്. PK ഫിറോസ് താങ്കളുടെ നിലപാട് വ്യക്തമാക്കിയതിന് വളരെയധികം നന്ദിയും. നമ്മോടൊപ്പം ഇപ്പോൾ KS ഷഫീഖ് ഉണ്ട്, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി. ഷഫീഖ്, ഈ കാര്യത്തിൽ സർക്കാരിന്റെ താല്പര്യം സംവരണ വിരുദ്ധ താല്പര്യമാണ്, അത് എല്ലായിടത്തും പാലിക്കപ്പെടുന്നു എന്ന നിലയിൽ കൂടി വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കാമെന്ന് പറയുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി. അങ്ങനെയുണ്ടോ? ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംവരണവുമായി ബന്ധപ്പെട്ട് 4 നിലപാടുകൾ സ്വീകരിച്ചു. ആ 4 നിലപാടുകളും സംവരണ വിഭാഗങ്ങൾക്ക് എതിരായതും സംവരണം തന്നെ പാടില്ല എന്ന് വാദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതുമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഈ ഒരു നിഗമനത്തെ തീർത്തും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കറിയാം, ഇപ്പോ ദേവസ്വം ബോർഡിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്, അതേപോലെ തന്നെ ക്രീമി ലെയറിന്റെ പരിധി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, KSൽ സംവരണം 15% മാത്രമായി നിജപ്പെടുത്തിയ പ്രശ്നം, എയ്ഡഡ് സ്കൂളുകളിൽ സംവരണം ബാധകമാക്കണം എന്ന് പറഞ്ഞുള്ള ആവശ്യങ്ങൾക്ക് എതിരായിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി, ആ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മൗനം, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇതാണ്. അതേസമയം കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്നത് VC എടുത്ത വളരെ ചരിത്രപ്രധാനമായ ഒരു തീരുമാനമാണ് VC എടുത്തത്. അധ്യാപക നിയമനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മോടൊപ്പം വരുമ്പോൾ അസ്ലം ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റിന്റെ നിലപാട് എന്താണ്? സിൻഡിക്കേറ്റ് ഇക്കാര്യത്തിൽ റിപ്പോർട്ടിംഗ് വരുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ നിലപാടിലേക്ക് വരുള്ളൂ. കാരണം വ്യാഴാഴ്ചയാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മപരിശോധന നടക്കേണ്ടിയിരുന്നത്, അന്ന് നടന്നില്ല. ഈ സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരുന്ന സിൻഡിക്കേറ്റിൽ വരുമ്പോൾ മാത്രമേ സിൻഡിക്കേറ്റിന് മുന്നിലേക്ക് ഈ വിഷയം വരികയുള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. സ്വാഭാവികമായും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഹാജരാവാതിരുന്നത്, മുന്നറിയിപ്പില്ലാതെ ഹാജരാവാതിരുന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം തേടും. അതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് രജിസ്ട്രാർ മറ്റും അറിയിച്ചിരിക്കുന്നത്. ഷാർഗ്ധരൻ ഉണ്ട്, വിദ്യാഭ്യാസ വിദഗ്ധൻ, നമ്മോടൊപ്പം ടെലിഫോണായി. ഷാർഗ്ധരൻ, താങ്കൾ എന്താണ് ഇതിനെക്കുറിച്ച് കരുതുന്നത്? ഈ കേരള സർവകലാശാലയിൽ സംവരണ നിയമങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ സംവരണം നടപ്പിലാക്കാതെ നിയമനം നടത്തുന്നുണ്ട് എന്ന
ആരോപണം കുറെക്കാലമായി ഉണ്ട്. അതിൽ ചില വസ്തുതകളും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. എന്തു താല്പര്യമാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കുന്നു താങ്കൾ? ഞാനൊരു കഴിഞ്ഞ ഒരു 40 വർഷത്തോളമായി ഈ രംഗമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. കാലിക്കറ്റിലും കേരളയിലും യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് വർക്ക് ചെയ്യാനുമായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായ ഒരു ആനുകൂല്യം അത് എങ്ങനെ ചെയ്യണമെന്ന് നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള ആക്ട് ഉണ്ട്. സർവകലാശാലകൾക്ക് ഓരോന്നിലും എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളതുണ്ട്. ഏത് തരത്തിലാണ് സംവരണത്തിന്റെ റൊട്ടേഷൻ പാലിക്കേണ്ടതെന്നുള്ളത് PSC അനുവർത്തിക്കുന്ന സ്പെഷ്യൽ റൂൾസും നിയമങ്ങളും ഒക്കെ ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഏതൊരു തരത്തിൽ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും പരസ്യമായ നിയമലംഘനമാണ്. അങ്ങനെ ചെയ്യുന്നവര് യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സംവരണം ലഭിക്കേണ്ടവർക്ക് അങ്ങനെ ലഭിക്കേണ്ടുന്ന ആനുകൂല്യത്തിനെ പറ്റി കാര്യമായ നിശ്ചയമില്ലാതെ പോകുന്നു, അവബോധമില്ലാതെ പോകുന്നു. പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിലൊരു 90% പേർക്കും ഈ സംവരണത്തെ അവർക്ക് വിരോധികളാണ്. നിയമലംഘനത്തിനാണ് കൂട്ടുനിൽക്കുന്നതെന്ന് ഈ പൊതുസമൂഹം മനസ്സിലാക്കുക. ഇപ്പം ഇവിടെ പറഞ്ഞ വഴിക്ക് സിൻഡിക്കേറ്റ് എന്നും വൈസ് ചാൻസലർ എന്നും ഒക്കെ റെഫർ ചെയ്യുന്നു. ഇതൊന്നും കാര്യമല്ല. യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഉണ്ടെങ്കിൽ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് ഭരണസമിതിയാണ്. സർക്കാരിനാലും പൊതുജനങ്ങളാലും നിയോഗിക്കപ്പെടുന്ന 2 വിഭാഗങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടവരാണ്. അവർക്ക് ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ തന്നെ കേരള സർവകലാശാലയിൽ ലത്തീൻ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് സംവരണം ചെയ്ത തസ്തികയിൽ നിയമനം നടത്താനുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് ഡീനും അടക്കമുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥർ മാറി നിൽക്കുകയാണ്. കേരള സർവകലാശാലയിൽ മുൻകാലങ്ങളിൽ സംവരണം ലംഘിച്ച് നിയമനം നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഒരുമിച്ചൊറ്റ പൂളാക്കി വിജ്ഞാപനമിറക്കി നിയമനം നടത്തണമെന്ന നിയമം 2005 വന്നത്. അതിനുശേഷത്തെ ആദ്യത്തെ പൂൾ നിയമനമായിരുന്നു ഇത്. പക്ഷേ ആ നിയമന നടപടികൾ സംവരണം പാലിച്ചുകൊണ്ടുള്ള നിയമന നടപടികൾ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് സ്വാഭാവികമായും സംശയിക്കണം. ആ നിലയിലാണ് ആ സാഹചര്യം കാരണം അവിടെ എന്തുകൊണ്ട് ഈ നടപടിക്രമങ്ങളിൽ വിട്ടുനിന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥരോ സർവകലാശാല രജിസ്ട്രാറോ ഇനിയും വ്യക്തതയുള്ള വിശദീകരണം നൽകിയിട്ടുമില്ല. മുഹമ്മദ് അസ്ലമാണ് ഈ വിവരം തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്.